എല്ലാവർക്കും നമസ്കാരം. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ കേരളത്തിൽ വന്ദേ മാതരം ആലപിച്ചില്ല എന്നുള്ളത് വലിയ ഒരു വാർത്തയായിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള പത്രമാധ്യമങ്ങളും പ്രമുഖ TV ചാനലുകളെല്ലാം ഈ വിഷയത്തെ ഒരു വലിയ വാർത്തയാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം വന്ദേ മാതരം ആലപിച്ചില്ല? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഡൽഹിയിൽ വന്ദേ മാതരം ആലപിച്ചു. പൊതുവെ ജനങ്ങളുടെ ഒരു വികാരവും അതോടൊപ്പം തന്നെ BJP ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക നയവും ഒരു താല്പര്യവുമാണ് വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണം എന്നുള്ളത്. അപ്പോൾ നാഷണൽ ആന്തം പോലെ തന്നെ നാഷണൽ സോങ്ങിനും പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ BJP സർക്കാർ മുമ്പോട്ട് വെക്കുന്ന ആശയം. എന്നാൽ കേരളത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്തുമ്പോൾ ആ ചടങ്ങിൽ വന്ദേ മാതരം ആലപിച്ചില്ല എന്നുള്ളത് അത് മുസ്ലിം ലീഗിനെ ഭയന്നാണ് എന്നാണ് ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത്. ചില ആളുകളൊക്കെ പരസ്യമായി തന്നെ കമൻ്റ് എഴുതി കേരളത്തിലെ ഭരണം നിയന്ത്രിക്കുന്നത് പാണക്കാട് എന്നാണ്. പാണക്കാട് തങ്ങൾ അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാണ് കേരളത്തിലെ ഭരണം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് കേരള മുഖ്യമന്ത്രി VD സതീശൻ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു അടിമയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ പൊതുവെ കമൻറ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന് പൊതുജനം തീരുമാനിക്കട്ടെ. എന്തായാലും വലിയ ഒരു ജലപ്രളയം നടക്കുമ്പോൾ അവിടെ പൊന്നാനിയിൽ പോയി ബിരിയാണി കഴിക്കാൻ പോയ ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അതും ഹെലികോപ്റ്ററിൽ ബിരിയാണി കഴിക്കാൻ പോയ ആളാണ് എന്നും നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ചോദിക്കും, ചില ആളുകൾ കമൻ്റ് എഴുതി RSSനെയും സംഘപരിവാറിനെയും ഭയപ്പെടാത്തൊരു മുഖ്യമന്ത്രി. അങ്ങനെ എന്ന് വരികിൽ അടുത്തൊരു ചോദ്യം അവശേഷിക്കുകയാണ്. കർണാടകത്തിൽ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. DK ശിവകുമാറാണ് മുഖ്യമന്ത്രി. തെലങ്കാനയിലും ഹിമാചലിലും കോൺഗ്രസ് സർക്കാരുകളാണ്. ഇവിടെ മുഴുവനായി, അതായത് വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ AICC ആസ്ഥാനം, ഡൽഹിയിലുള്ള AICC ആസ്ഥാനത്തും വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചു. സോണിയാഗാന്ധി അല്പം അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു എങ്കിൽ പോലും വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചു. അപ്പോൾ കേന്ദ്രത്തിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചു, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചു. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ VD സതീശൻ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് സർക്കാർ വന്ദേ മാതരം ആലപിച്ചില്ല. അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ലീഗിനെ ഭയന്നാണ്. കേരളത്തിൽ ഒരു ഡെമ്മി മുഖ്യമന്ത്രിയാണ് നിലവിലുള്ളത്. കാരണം മുസ്ലിം ലീഗിന് വേണ്ടി മാത്രം ഭരണം നടത്തുന്ന ഒരു കാവൽ മുഖ്യമന്ത്രി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടെ അഭിപ്രായങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു ഭരണാധികാരിയായി VD സതീശൻ തരം താഴ്ന്നു എന്നുള്ളത് ചില സോഷ്യൽ മീഡിയയിലുള്ള നമുക്ക് വലിയ കമൻറ്റുകളും വീഡിയോകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നു. എത്ര നാൾ ഈ VD സതീശൻ ഇങ്ങനെ ഈ മുസ്ലിം ലീഗിൻ്റെ കാല് പിടിച്ചുകൊണ്ട് ഭരണം നടത്തും എന്നുള്ളൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. 3 മാസം പിന്നിട്ടപ്പോഴേക്കും മുസ്ലിം ലീഗിന് പൂർണ്ണമായി തന്നെ വഴങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം ഈ VD സതീശൻ ഉണ്ടായി എന്നും ഇനിയുള്ള ബാക്കിയുള്ള സമയങ്ങളിൽ ഈ കോൺഗ്രസിൻ്റെ ഗതി എന്താകും, കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമായി തന്നെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാനില്ല. സ്വാതന്ത്ര്യദിനം 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അതിനെ കരിദിനമായി ആഘോഷിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഞങ്ങൾക്ക് ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞു നടന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. സ്വാതന്ത്ര്യദിനത്തിൽ യാതൊരു പങ്കാളിത്തവും ഇല്ലാത്തവരാണ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. ഇന്ത്യ സമരത്തെയും സ്വാതന്ത്ര്യദിനത്തെയും കരിദിനമായി കൊണ്ടാടിയ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് അടിസ്ഥാനപരമായി ഇതിനെക്കുറിച്ച് വിലയിരുത്താൻ യാതൊരു വിധമായ യോഗ്യതയുമില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണം ഒരു സ്ഥലങ്ങളിലുമില്ല. ഒരു സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയില്ല, ഭരണവുമില്ല. അതും അങ്ങനെ അവസാനിച്ചു. എന്നാൽ ഇവിടെ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്ന ഒരു ചോദ്യം വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണോ എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലൈവ് വീഡിയോ തന്നെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഈ വന്ദേ മാതരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതായത് അതിന് 5 ചരണങ്ങൾ, അതായത് സ്റ്റാൻസുകളാണുള്ളത്. 5 ചരണങ്ങളാണുള്ളത്. ആദ്യത്തെ ചരണത്തിന് 5 വരികളും, രണ്ടാമത്തേന് 7 വരികളും, മൂന്നാമത്തേന് 7 വരികളും, നാലാമത്തെ സ്റ്റാൻസിന് 9 വരികളും, അഞ്ചാമത്തെ സ്റ്റാൻസിന് 5 വരികളുമാണുള്ളത്. അങ്ങനെ നമ്മളിത് പഠിക്കുമ്പോൾ ഏതാണ്ട് 33 വരികൾ ഉള്ളതായിട്ട് ഇതിനെ കണക്കാക്കുന്നു. എന്നാൽ ഈ വന്ദേ മാതരത്തെ നമ്മൾ ഒന്ന് 3 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ
അതിൻ്റെ ആദ്യത്തെ ഭാഗം മാതൃഭൂമിയെയും പ്രകൃതിയെയും സമൃദ്ധിയെയും കുറിച്ച് വിവരിക്കുന്നു. രണ്ടാമത്തെ ഭാഗം മാതൃഭൂമിയുടെ ശക്തിയും ജനങ്ങളുടെ ഐക്യവും വിവരിക്കുന്നു. എന്നാൽ മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് പ്രശ്നമുള്ളത്. അവിടെ ഹൈന്ദവ ദേവിമാരായിട്ടുള്ള ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ഹിന്ദു ദേവികളെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ അവരെ സ്തുതിച്ചുകൊണ്ടുള്ള ചില ഭാഗങ്ങൾ അവിടെ കാണുന്നു. ഈ ഭാഗമാണ് പൊതുവെ മുസ്ലിം സമൂഹവും ക്രൈസ്തവ സമൂഹത്തിനും അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റാൻസും രണ്ടാമത്തെ സ്റ്റാൻസും പാടുന്നതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. മുസ്ലിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് അറിയില്ല. എങ്കിലും ചിലർ പറയുന്നു ഒന്നാമത്തെ സ്റ്റാൻസും രണ്ടാമത്തെ സ്റ്റാൻസും പാടുന്നതിന് കുഴപ്പമില്ല. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും അത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഈ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഹൈന്ദവ ദേവിമാരെ പ്രകീർത്തിക്കുന്ന സ്തുതിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ദുർഗയെയും ലക്ഷ്മിയെയും സരസ്വതിയെയും കുറിച്ച് ദേവിമാരെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ 28ാമത്തെ സ്റ്റാൻസിലാണ്, അതായത് അവിടെ വിവരിക്കുന്നത് 10 ആയുധങ്ങൾ ധരിച്ച ദുർഗാദേവി നീ തന്നെയാണ്, താമരയിൽ വസിക്കുന്ന കമല ലക്ഷ്മി നീ തന്നെയാണ്. 30ാമത്തെ വരിയിൽ പറയുന്നത് വിദ്യ നൽകുന്ന വാണി സരസ്വതി നീ തന്നെയാണ്. ഇവിടെ സരസ്വതി ദേവിയുടെ പ്രതീകം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ പൊതുവെ ക്രൈസ്തവ സമൂഹത്തിനോ മുസ്ലിം സമൂഹത്തിനോ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഹൈന്ദവ ദേവിമാരെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്, മതനിരപേക്ഷതയുടെ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും അവരവരുടേതായിട്ടുള്ള ആരാധനാ സ്വാതന്ത്ര്യവും പ്രാർത്ഥനാ സ്വാതന്ത്ര്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരികൾ ആലപിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്നാൽ ഇതിൻ്റെ അകത്ത് മറ്റൊരു വിവർത്തനം, മറ്റൊരു അർത്ഥവും മറ്റൊരു വിവർത്തനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് ദുർഗാദേവിയെ പോലെ ശക്തിയുള്ളവളാണ് നീ എന്ന് പറയുമ്പോൾ ഭാരതത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് ചില വിവർത്തനങ്ങൾ പറയുന്നത്. 2, ലക്ഷ്മി ദേവി നീ തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് ഐശ്വര്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായിട്ടാണ് അതിനെ കാണുന്നത്. 3, വിദ്യ നൽകുന്ന ദേവി നീയാണ് എന്ന് പറയുമ്പോൾ അത് ജ്ഞാനത്തിൻ്റെയും അറിവുമായി താരതമ്യം ചെയ്യുകയാണെന്നാണ് ചില വിവർത്തനങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 3 ദേവിമാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് 3 പ്രതീകങ്ങളായി നിൽക്കുകയാണ്. ഒന്ന് ശക്തിയുടെ പ്രതീകവും, മറ്റൊന്ന് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകവും, 3 വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതം ലക്ഷ്മി ദേവി ദുർഗാദേവിയെ പോലെ ശക്തിയുള്ളവളാണ് എന്നും ലക്ഷ്മി ദേവിയെ പോലെ ഐശ്വര്യവും സമ്പത്തും ഉള്ളവളാണ് എന്നും സരസ്വതി ദേവിയെ പോലെ ജ്ഞാനവും അറിവും ഉള്ളവളാണ് എന്നും ഉള്ള രീതിയിലൊക്കെയുള്ള ഒരു വിവർത്തനങ്ങളാണ് ഇവിടെ പൊതുവെ മുമ്പോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് 3 പ്രതീകങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത് എന്നാണ് ചില വിവർത്തനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ ഈ പല വിവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ നിന്ന് ആ ഓരോരുത്തർ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് കാണാനായിട്ട് സാധിച്ചത്. യഥാർത്ഥത്തിൽ ഇത് ലക്ഷ്മി ദേവിയെക്കുറിച്ചോ അല്ലെങ്കിൽ ദുർഗാദേവിയെക്കുറിച്ചോ വിദ്യാദേവിയായ സരസ്വതിയെക്കുറിച്ചോ അല്ല, മറിച്ച് അതൊരു പ്രതീകങ്ങളായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ക്രൈസ്തവ സമൂഹവും മുസ്ലിം സമൂഹവും മറ്റ് ഇതര മതവിശ്വാസികളും ഇത് അംഗീകരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ 3 ദേവിമാരുടെ പേരുകൾ ഇതിൻ്റെ അകത്ത് വന്നു എന്നുള്ളതാണ്. അത് അംഗീകരിക്കാതിരിക്കണോ എന്നുള്ളത് ഇനി വരുന്ന നാളുകളിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്നാൽ ഇത് പാർലമെൻറ്റ്, അതായത് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് ഇതിന് ഒപ്പുവെച്ചാൽ അത് തീർച്ചയായും നമ്മളിതെല്ലാം അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മൾ വസിക്കുന്ന ഭാരതത്തിൽ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്, നിയമങ്ങളെ നിർമ്മിക്കുന്നത് ലോക്സഭയും രാജ്യസഭയുമാണ്. അവിടെ ചർച്ചയ്ക്കിട്ട് വോട്ടിട്ട് അത് ബില്ല് പാസ്സാക്കി എടുത്തു കഴിയുമ്പോൾ രാഷ്ട്രപതി അതിൽ ഒപ്പുവെക്കുന്നതിലൂടെ നിയമമാകുന്നു. ഇത് നിയമമായാൽ ഇവിടെയുള്ള സകല മുസ്ലിങ്ങളും സകല ക്രിസ്ത്യാനികളും സകല ബന്ധക്കോസുകാരും സകലരും ഇത് പാടിയേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന പ്രതിനിധികൾ, എം എൽ എമാർ നിയമസഭയിലും എം പിമാർ ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ അപ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ തീരുമാനമായിട്ട് തന്നെ അത് മാറും. അതുകൊണ്ട് ഈ പ്രാവശ്യം ഈ വന്ദേ മാതരം ആലപിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാളെ അതൊരു നിയമമായി പാർലമെൻറ്റ് ഒരു ബില്ല് പാസ്സായി അത് രാഷ്ട്രപതി ഒപ്പുവെച്ച് കഴിയുമ്പോൾ വി ഡി സതീശനല്ല,
പാണക്കാട്ടെ ശിഹാബ് തങ്ങൾ വരെയും ഈ വന്ദേ മാതരം പാടേണ്ടതായിട്ട് വരും. അപ്പോൾ വന്ദേ മാതരം പാടുമ്പോൾ പാണക്കാട്ടെ ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് എല്ലാ നേതാക്കന്മാരും ഈ വരി പാടേണ്ടി വരും. എന്താണ്? ദുർഗാദേവിയെക്കുറിച്ചും അതുപോലെ ലക്ഷ്മി ദേവിയെക്കുറിച്ചും സരസ്വതി ദേവിയെക്കുറിച്ചും പ്രകീർത്തിക്കുന്ന ഭാഗങ്ങൾ എല്ലാവരും, എല്ലാ മുസ്ലിങ്ങളും എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ ഹിന്ദുക്കളും എല്ലാ മതത്തിൽപ്പെട്ടവരും പാടേണ്ടതായിട്ട് വരും. കാരണം അതൊരു നിയമമായി മാറിയ. അപ്പോൾ എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു വലിയ ഇരട്ടത്താപ്പ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇവർ പൂർണ്ണമായിട്ട് ഈ വന്ദേമാതരം ആലപിച്ചപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ ഭയപ്പെട്ട് ഇത് ആലപിക്കാൻ തയ്യാറായില്ല. പക്ഷേ അടുത്ത വർഷം വി.ഡി. സതീശൻ്റെ സർക്കാരും അതുപോലെ അവർ നേതൃത്വം നൽകുന്ന എല്ലാ മന്ത്രിമാരും ഇത് പാടിക്കൊണ്ട് തന്നെ ദേശീയ പതാക ഉയർത്തേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരും. അതൊരു നിയമമായി മാറിയാൽ അതങ്ങനെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.